ആകാശത്തേക്ക് ഒരു ടെലിസ്കോപ്പ് തിരിച്ചു വെച്ചാൽ പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. അതിന് സാങ്കേതിക വിദ്യയും കൃത്യമായ ഗണിതവും ആവശ്യമാണ്. 1655 മാർച്ച് 25-നാണ് ഡച്ച് ശാസ്ത്രജ്ഞനായ ക്രിസ്ത്യൻ ഹ്യൂഗൻസ് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റൻ കണ്ടെത്തിയത്. ഇതിലെ യഥാർത്ഥ വസ്തുത എന്താണെന്നോ? കടയിൽ നിന്ന് വാങ്ങിയ ടെലിസ്കോപ്പിലൂടെയല്ല അദ്ദേഹം ഇത് കണ്ടത്. അക്കാലത്തെ ടെലിസ്കോപ്പുകൾക്ക് വലിയ വ്യക്തതയുണ്ടായിരുന്നില്ല. അതിനാൽ ഹ്യൂഗൻസും സഹോദരനും ചേർന്ന് കുറ്റമറ്റ ലെൻസുകൾ സ്വന്തമായി നിർമ്മിച്ച് അതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ടെലിസ്കോപ്പ് സ്വയം ഡിസൈൻ ചെയ്തു. മാത്രമല്ല, താൻ കണ്ട ചെറിയ പോട്ട് വെറും ഒരു നക്ഷത്രമല്ല, മറിച്ച് ശനിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം ദിവസങ്ങളോളം അതിന്റെ സഞ്ചാരപഥം ഗണിതശാസ്ത്രപരമായി കണക്ക് കൂട്ടുകയും ചെയ്തു. ഒരു ശാസ്ത്രീയ കണ്ടെത്തൽ എന്നത് വെറും ഒരു കാഴ്ചയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെയും യുക്തിചിന്തയുടെയും കൃത്യമായ പ്രയോഗമാണെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം.